ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് വരുമ്പോ ഒരുപാട് സ്വപ്നം ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാല് അവന്റെ ബാത്റൂം എങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്, അവന്റെ ബാത്റൂമിൽ എന്തൊക്കെ സാധനങ്ങളാണ് വരാൻ പോകുന്നതൊക്കെ അവനറിയാൻ പറ്റും. നമ്മൾ ഓരോ ഏരിയയിലും വന്നു കഴിഞ്ഞാല് ഓരോ ബ്രാൻഡിന്റെയും CP ഫിറ്റിങ്സും ക്ലോസറ്റ്സും കാര്യങ്ങളും ഇവിടെ ലൈവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചൺസിന്റെ സെറ്റപ്പാണ് ഇവിടെ വരുമ്പോ അല്ലേ. അപ്പം ഞാനിത് നമ്മുടെ സുഹൃത്തുക്കളോട് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ പർച്ചേസ് ചെയ്യാത്ത രണ്ടാമത്തെ ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾ വീട് വെക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഷോറൂം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മക്കളും എല്ലാവരുമായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടാനൊക്കെയാണ് ഇങ്ങനത്തെ ഷോറൂംസൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. PK ഇൻ സ്റ്റോർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. 46,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോറൂം ഉള്ളത്. ഇതൊരു ഷോറൂം എന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. അത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും കേട്ടോ. അതെ, ഈ കാണുന്നതാണ് ഒരു ഷോറൂം. ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് അറിയാം, ഒരുപക്ഷെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയ ഒരു പ്രതീതിയാണ് കേട്ടോ. അതായത് ഇത് 46,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. 46,000 സ്ക്വയർ ഫീറ്റിൽ 4 ഫ്ലോറായിട്ടാണ് വരുന്നത്. ഓരോ ഫ്ലോറിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസെപ്റ്റുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്ത സാധനത്തെ നോക്കിയേ. ഇതിനുള്ളിൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും ഷെഫീഖും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. എറണാകുളത്തൊരു PK ഇൻസ്റ്റോറിലൊരു സ്പായുടെ വീഡിയോ. 4.5 മീറ്ററോളം നീളം വരുന്ന ഒരു സ്വിമ്മിങ് ആൻഡ് ഒരു സ്പാ ഇവിടെ ലൈവ് ഡെമോ സെറ്റ് ചെയ്തേക്ക്. ഒരു ബിഗ് ബഡ്ജറ്റ് വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. എന്തായാലും അവർക്കൊക്കെ ഒരു പറ്റിയൊരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. ഇതിനൊരു വിശാലത കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. വളരെ യുണീക്കായിട്ടുള്ള ഡിസൈൻസിലുള്ള ഓരോ സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഓരോ ഏരിയയും ഒന്ന് കണ്ടുകളയാം. നമ്മൾ ഓരോ ഏരിയയിലും വന്നു കഴിഞ്ഞാൽ ഓരോ ബ്രാൻഡിൻ്റെയും CP ഫിറ്റിങ്സും ക്ലോസറ്റ്സും കാര്യങ്ങളും ഇവിടെ ലൈവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അവരുടെ ബാത്റൂം വരിക എന്നുള്ളതൊക്കെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇവിടെ വന്നാൽ സാധിക്കും. നോക്കിയാൽ നല്ല ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഞാൻ ഒരുപാട് ഇതേപോലെ തന്നെ CP ഫിറ്റിങ്സ് ഷോറൂമിലപ്പോൾ നമ്മുടെ വീടിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഷെഫീഖിൻ്റെ കൂടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസ് കേട്ടോ. ഇവിടെ പലപ്പോഴും പല കമ്പനി, ഇപ്പം ഞാനിവിടെ ഒരുപാട് CP ഫിറ്റിങ്സ് കാണിച്ചു തരാം. ഇവിടെ അവരൊരു ലൈവ് ഡെമോ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചു തരാം. നോക്കി, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് അവരുടെ CP ഫിറ്റിങ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏത് ഫ്ലോയിലാണ് വെള്ളം വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഇങ്ങനത്തെ ഷോറൂമുകളിൽ വന്നാൽ സാധിക്കും. അപ്പം ഞാനിത് നമ്മുടെ സുഹൃത്തുക്കളോട് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ പർച്ചേസ് ചെയ്യാത്ത രണ്ടാമത്തെ ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾ വീട് വെക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഷോറൂം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മക്കളും എല്ലാവരുമായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടാനൊക്കെയാണ് ഇങ്ങനത്തെ ഷോറൂംസൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും അതേപോലെ ഒരു ഡെമോ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം എങ്ങനെയാണ് വരുന്നത്, ഏത് ഫ്ലോയാണ്, ഏതൊക്കെ ടൈപ്പിലാണ് ഉള്ളതെന്നുള്ള കാര്യം കണ്ടാ. അദ്ദേഹം നോക്കി, ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലെ വെള്ളം ചാർന്ന അടിപൊളി. യെസ്, കൊള്ളാം. ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് പോകട്ടോ. അതിവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു എൻട്രൻസ് പോയി കഴിഞ്ഞാൽ ഇതിന് സത്യം പറഞ്ഞാൽ ടെക്നിക്കലി പറഞ്ഞ ആംബിയൻസ് മാർക്കറ്റിംഗ് എന്നാണ്. ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തേക്കാണ് കണ്ടോ. കസ്റ്റമർ വന്നാൽ അവനൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. അപ്പം ഞാൻ നടന്നു പോണ വഴികളൊക്കെ എന്തായാലും നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് ഷഫീഖ് ഭായ്, അസ്സലാമു അലൈക്കും. ഷഫീഖ് ഭായ്, ഷഫീഖ്, ഞാൻ നിങ്ങളുടെ ഷോറൂമൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചോട്ടെ. ഷഫീഖ് കൊള്ളാട്ടാ, സംഭവം തകർത്ത് മൊത്തത്തിലേ ഒരു വേറൊരു മൂഡാണ് ഇത്. ഞങ്ങളെ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ആർക്കിടെക്ട്സിന് കൂടാതെ തന്നെ സാധാരണക്കാരനും കൂടി ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തതും ടൈലുകൾ സെറ്റ് ചെയ്തതും. അപ്പോൾ സാധാരണക്കാർ പോലെ ഒരു
ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ. അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷെഫിക്ക്, കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങിക്കോ രണ്ടാമത്തെ ഓപ്ഷൻ, പക്ഷെ ഓരോന്ന് കാണട്ടെ. ഞങ്ങൾ ഒരു ഇപ്പോൾ 25 years ആയി ഞങ്ങൾ ഈ ഫീൽഡിൽ ഉള്ളത്. ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഒരു ട്രമൻഡസ് ഷോറൂംസ് ആളുകൾക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ സാധാരണക്കാരനും ആർക്കും പറ്റുന്ന ബഡ്ജറ്റിൽ നല്ല വിശാലമായ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോടൊരു കോമ്പറ്റീഷൻ. അതാണ് എനിക്ക് തോന്നിയത്. ഒന്ന് ഫസ്റ്റ് ഫ്ലോർ കാണാല്ലേ? ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഞാനിപ്പോ ക്യാമറ ഇതിന്റെ മൂവി ആണല്ലോ, അപ്പൊ നമ്മുടെ ആളുകൾ ഒന്ന് കണ്ടുപോട്ടെ. ഈ ഫസ്റ്റ് ഫ്ലോറിൽ എന്താ ഷെഫിക്കുള്ളത്? ഫസ്റ്റ് ഫ്ലോറിലും ടൈൽസും സാനിറ്ററി ഒക്കെ ഒരു കോമ്പിനേഷൻ ഓഫ് ചെയ്തത്. എല്ലാ ബ്രാൻഡും ഉണ്ട്. എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡ്സ് മുതൽ നമ്മുടെ ആളുകളോട് ബ്രാൻഡുകളും. ഷെഫിക്കെ, ഞാൻ നമ്മുടെ ആൾക്കാരോട് പറയണത്, ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ലക്ഷറി എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ, ആ രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഷെഫിക്കെ, ഇവിടെ വരുമ്പോ ഒരു ആൾക്കാർക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇത് ഇൻഹൗസ് ട്രെയിനിങ് ആണ്. നമ്മുടെ സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഫ്രീക്വൻസി ആയിട്ട് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കും. ഷോറൂമിന്റെ ഉള്ളിൽ തന്നെയാണ്. സാധാരണ ഹോട്ടൽസിലൊക്കെ നടത്തുന്നത്. ഹോട്ടൽസ് ഇത് തന്നെ ഒരു ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഓരോ കമ്പനിന്റെ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ വന്നിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടേ നിൽക്കുക. കണ്ടിന്യൂസ് പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഷെഫീഖ് ഓരോ ഫ്ലോറും ഇങ്ങനെ നടന്ന് നമ്മുടെ ആൾക്കാരെ ഒന്ന് കാണിക്കാം. അല്ല ഇവിടെ വരുമ്പോ ഇതെല്ലാം കൊള്ളാട്ടോ. ഒരു ബാൽക്കണി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. മാഷാ അല്ലാഹ്, കൊള്ളാം. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? ഡബിൾ സ്റ്റോറി ഹൈറ്റ് ആണ് ഞങ്ങള് ചെയ്ത് വെച്ചത്. അതാണ് അതിന്റെ ഒരു ആംബിയൻസും കൂടി. പിന്നെ അതിന്റെ പെയിന്റിംഗ് ഒക്കെ വന്നപ്പോഴേ പ്രൊഡക്ട്സിന് നല്ലൊരു ഹൈലൈറ്റ്സ് കിട്ടുന്ന രൂപത്തിലാണ്. ഞാൻ പവനുമായിട്ട് വരാൻ പറയാം. പവൻ ഇതിന്റെ അവനൊന്ന് കാണണം, ഷോറൂം ഒന്ന് കാണണം. തുറക്കുന്നത് ഇതാണ് നിങ്ങളെ. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ അല്ലേ? ഇവിടെ ഫ്ലോറിൽ മെയിൻ ആയിട്ട് സാനിറ്ററീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സാനിറ്ററി ഐറ്റംസ് ആൻഡ് CP ഫിറ്റിംഗ്സ്. അത് നമ്മൾ എല്ലാ ടൈപ്പും ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയ ഗ്രോഹെ, ആൻസ് ഗ്രോഹെ, ഡ്യൂറാവിറ്റ് എല്ലാ ബ്രാൻഡ്സും ഇന്ത്യൻ ബ്രാൻഡ്സുകളും ഉണ്ട്. ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റുകളും. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ലക്ഷറി ആണ്. ആൾക്കാർ കാണുമ്പോ അയ്യോ നമുക്കൊന്നും പറ്റില്ല എന്ന് ചിന്താഗതി വേണ്ട. ഞങ്ങളൊരു 25 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പീക്കിന്റെ. അവിടെ ഞങ്ങൾ എല്ലാരും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരന് മുതൽ എല്ലാവർക്കും, അവർ സാധാരണക്കാരൻ പോലും അവർക്ക് പറ്റുന്ന ലക്ഷറി ഞങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് പ്രോഡക്ട്സുകളൊക്കെ. അതാണ് ഞങ്ങളൊരു ലോഗോ തന്നെ. എല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്ന ലക്ഷറി. ഇത് കണ്ടോ ഷെഫീഖ്? കോർണർ സ്പാ ആണ് ഇത്. കോർണർ സ്പാ. രണ്ടുപേർക്ക് ടൈപ്പ് മിനിമം ഇരിക്കാൻ പറ്റുന്ന ബോഡി ജെറ്റ്സ് ഒക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓരോ എപ്പോഴൊക്കെ റീപ്ലേസ് ചെയ്യാൻ ഷെഫീഖ്? ഇതൊക്കെ ഞങ്ങൾ ഒരു 2-3 വർഷം കൂടുമ്പോ പുതിയ പ്രൊഡക്ട്സുകൾ വരുമ്പോ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. കാരണം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. പുതിയ ഇന്നോവേഷൻസ്, പുതിയ പ്രൊഡക്ട്സ്, ഇതൊക്കെ പുതിയ അതിന്റെ ഒരു ഭംഗി കണ്ടില്ല. ഇതിന്റെ ഒരു ടൈപ്പ് ഓഫ് ഫിനിഷിംഗ്സ് ഒക്കെ. ഇത് കമ്പനീസ് എപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ വന്നുകൊണ്ടേ നിൽക്കും. അവരോട് തന്നെ കോമ്പറ്റ് ചെയ്യും. കണ്ടിന്യൂസ് ഇന്നോവേഷൻസ് ആണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഷെഫീഖ്, ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് വരുമ്പോ ഒരുപാട് സ്വപ്നം ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാല് അവന്റെ ബാത്റൂം എങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്, അവന്റെ ബാത്റൂമിൽ എന്തൊക്കെ സാധനങ്ങളാണ് വരാൻ പോകുന്നതൊക്കെ അവനറിയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ടൈലിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഡെക്കറേറ്റീവ് ടൈൽസ് എന്ന് പറഞ്ഞത് ഇതൊക്കെ അതിൽ പെട്ടുന്ന ഒരു പ്രൊഡക്ട്സുകളാണ്. ഷിപ്പ് ടൈല്, മൊറോക്കൻ ടൈല്, ഇതൊക്കെ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ബാത്റൂംസിൽ അല്ലെങ്കിൽ വാഷിംഗ് ഏരിയയിലൊക്കെ എന്തെങ്കിലും പോർഷനൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇവിടാണ് ആർക്കിടെക്ട്സിനും ഇന്റീരിയർ ഡിസൈനും നല്ല റോൾ ഉള്ളത്. അവരുടെ ഇമാജിനേഷൻ, ബിയോണ്ട് ഇമാജിനേഷൻ പോകാൻ പറ്റുന്ന പ്രൊഡക്ട്സുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ക്രിയേറ്റിവിറ്റി ശരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയകളൊക്കെയാണ്. ഇത് ഒരു സോണ പറഞ്ഞ സ്റ്റീമാണ്. ഇത് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിശാലമായ ഡ്രൈ സ്റ്റീമാണ്. 2 ടൈപ്പ് സ്റ്റീം ഉണ്ട്. ഒന്ന് വെറ്റ് സ്റ്റീമും വരുന്നുണ്ട്, ഡ്രൈ സ്റ്റീമും ഉണ്ട്. ഇത് ഡ്രൈ സ്റ്റീം ഏരിയ ആണ്. ഇത് ഷെഫീഖേ, നമുക്കൊന്നേ ഒന്ന് മൊത്തം ഈ ഷോറൂം ഒന്ന് കണ്ടുവന്നിട്ട് ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കണ്ടതാണ് നമ്മളെ സ്റ്റീം സോണ ഡ്രൈ സ്റ്റീംസ്. കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ ഏരിയക്ക് വേണ്ട കുറെ സൗകര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള സ്ഥലം. കിച്ചണില് മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് നമ്മളെ
കിച്ചൺ ടോപ്പ് വരുന്നുണ്ട്. ടോപ്പ് മുമ്പ് അത് ട്രഡീഷണൽ ആയിട്ട് ആളുകൾ ഗ്രാനൈറ്റ് മാത്രം ഉള്ളായിരുന്നു. ആ ഇപ്പൊ കുറച്ചും കൂടി ഡിഫറെന്റ് പ്രൊഡക്ട്സുകൾ വന്നിട്ടുണ്ട്. അതിൽ പറ്റുന്ന ഒരു പ്രൊഡക്ട്സ് ആണ് കോട്സ് എന്ന് പറയുന്നത്. അതൊരു ഡിസൈനർ കളക്ഷൻസ്, ടൈൽസ് ഇതിനൊരു തൗസൻഡ്സ് ഓഫ് ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറ്റുന്ന ക്യാബിനറ്റിന് പറ്റുന്ന കളേഴ്സ്, ഈ ടോപ്പിന് പറ്റുന്ന കളേഴ്സിനൊക്കെ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്നാണ് അതിന്റെ പ്രത്യേകത. അത് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഏത് ബഡ്ജറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ചൊക്ലിയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടോന്ന് ചിലപ്പോ അവര് തന്നെ ഒന്ന് ഞങ്ങളെപ്പോലത്തെ വ്ളോഗർ വേണോട്ടോ. ഷോറൂം പ്രസന്റ് ചെയ്തത് ഒരു കണ്ണൂർ ബേസിൽ മാത്രമല്ല, ഒരു നോർത്ത് കേരള അല്ലെങ്കിൽ മംഗലാപുരത്തുള്ള കസ്റ്റമേഴ്സിന് പോലും ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഈ ഷോറൂം ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. ആളുകൾ ഇവിടെ വരണോ? ആൾക്കാർ വരുന്നുണ്ടോ ഇവിടുന്ന്? പല ഭാഗത്തുനിന്നും ആൾക്കാർ, ഈവൻ മംഗലാപുരം ഭാഗത്തുനിന്നും കാലിക്കറ്റ് നിന്ന് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സൗത്ത് ഏരിയ ഉണ്ടാവുമ്പോൾ ഞങ്ങളെ സെക്കൻഡ് ഷോറൂം ഉണ്ടല്ലോ പള്ളിയിൽ, അതും ഇതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. നമുക്ക് അവിടെ നടക്കണം, അവിടെ നമുക്ക് നടക്കാം. അടുത്ത എങ്ങോട്ടാ പോണേ നമ്മള്? അടുത്ത നമുക്ക് പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കാണാം. ടൈലിന് വേണ്ടി മാത്രമുള്ളതാണ് ടൈല്, സാനിറ്ററി, എല്ലാത്തിനും. ഈ ഏരിയയിൽ നമ്മൾ മിക്സ് മാച്ച് ആയാണ് വെച്ചത്. എല്ലാ ബ്രാൻഡ് കുറച്ച് ഡിസൈനർ കളക്ഷൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഡിസൈനർ കളക്ഷൻസിന് ചിപ്പ് ടൈൽസ്, ഡെക്കറേറ്റീവ് ടൈല്, മൊസൈക് ടൈല്, അതിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ഈ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അവിടെ എറണാകുളത്തുള്ള ഡിസൈൻസ് പോലത്തെ എറണാകുളത്തെ ഈ ടൈപ്പ് ഡിസൈൻസ് വന്ന് കണ്ടിരുന്നു. ഇവിടെ വന്ന ഒരു വോള് ടൈല് വെച്ച് തന്നെ ചെയ്തിട്ടേക്കും. ബാത്റൂം ഈ ടൈൽ ഇങ്ങനെ ചെയ്താൽ ഈ ഭംഗി ഉണ്ടാവുന്ന അർത്ഥം. കിച്ചൺസിന്റെ സെറ്റപ്പാണ് ഇവിടെ വരുമ്പോ അല്ലേ? നേരത്തെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്ന് സാധാരണ നോർമലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്രാനൈറ്റ് പോലത്തെ സാധനങ്ങളായിരുന്നു. അതിൽ നിന്നൊരു അപ്ഗ്രേഡഡ് വേർഷനാണ് കോഡ്സ് എന്ന് പറയുന്നത്. കോഡ്സ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഒരു 4 ടഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിലൊന്ന് കോഡ്സ് ആണ്. അതാണ് ഈ കാണുന്നത്. കിച്ചണിൽ നമുക്ക് ഡ്യൂറബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കോഡ്സ്. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ്, ഡിസൈൻസ് നമുക്ക് കോഡ്സിൽ കിട്ടും. മൈൻ ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റാണ്, നാച്ചുറൽ പ്രൊഡക്ട്സ്. 90 to 95% നാച്ചുറൽ മിനറൽസ് ആണ്. അതാണ് ഭൂമിയിൽ നിന്ന് അടിയിൽ നിന്ന് ഡിഗ് ചെയ്തിട്ട്. ഇതാണ് കോഡ്സ് എന്ന് പറയുന്നത്. കോഡ്സ് ഉണ്ട്, മാർബിൾസും വരുന്നുണ്ട്. ഇത് എഞ്ചിനീയർഡ് മാർബിൾസ് ആണ്. ഇതൊക്കെ കോഡ്സിൽ ചെയ്തതാണ്. കോഡ്സ് കോഡ്സിന്റെ പ്രത്യേകത ഇതിന്റെ ജോയിന്റ്സ് ഒക്കെ കണ്ടില്ലേ? ശ്രദ്ധിച്ചോ? ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ടേബിൾസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതാണ് കോഡ്സിന്റെ പ്രത്യേകത. ഇവിടെ വരുമ്പോ ടേബിൾ കാണാലോ, ഇത് അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ മിസ്മാച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾസ് ആണ് സെറ്റ് ചെയ്ത് വെച്ച്. ഓരോ കളറൊക്കെ വെച്ച് അവർക്ക് മാച്ച് ചെയ്ത് വെക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന. ഇത് തീരെ കണ്ടില്ലേ ബദ്ബായ്? മെഷിലൊട്ടിച്ച് വന്ന കുഞ്ഞു കുഞ്ഞു ടൈലുകളാണിത്. ഓരോ പാറ്റേൺസില്, ഓരോ കളേഴ്സിലും. ഞാൻ ഈ വീഡിയോ പാറ്റേൺസ് ചെയ്ത സമയത്തെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ഈ ഒരു ടൂറ് അവരിവിടെ വന്ന പോലെ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ള. പക്ഷെ ഇവിടെ വന്നാലാണ് ടച്ച് ആൻഡ് ഫീൽ ഉണ്ടാവുള്ളൂ. ഒരു ഏരിയ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് ഷെഫിക്ക് ഇവിടെ ഒരാളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന്. അല്ല ഇതെന്നറിയോ, ഒരുപക്ഷെ നമ്മുടെ ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് അവിടെ ഡെമോ വീടുകളുണ്ട്. ഒരാള് വീട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനത്തെ ഡെമോ, അപ്പൊ അതിലെല്ലാം ടൈലും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല. നമുക്ക് 3Dയോ VR ഒക്കെ ഉള്ളല്ലോ. പക്ഷെ ഇവിടെ വന്നാൽ ടൈൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റും. ഷെഫിക്ക് ടോപ്പ് ഫ്ലോറിലെത്തി. ലാസ്റ്റ് ഫ്ലോർ. ഇവിടെയും ടൈലുകളുടെ ഒരു വിശാലത ഉണ്ട്. ഇത് ഞങ്ങളൊരു പിള്ളേരെ ഏരിയ, കാരണം പിള്ളേരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്. വന്ന് കളിച്ചു നോക്കണോ? ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നല്ലേ? മറ്റേ ഫുട്ബോൾ അല്ലേ? യെസ്, കൊള്ളാം. എന്തായാലും വളരെ സന്തോഷം. കസ്റ്റമേഴ്സ് വരുന്നേ അവർക്ക് ഒരു റിലാക്സേഷൻ കിട്ടുമല്ലോ. കിച്ചന്റെ ഏതാ പറഞ്ഞത്? കിച്ചൺ ടോപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞത് ഈ സെക്ഷൻ ഈ കാണുന്നതല്ല. അതേപോലെ ആ ഒരു ബഡ്ജറ്റിൽ എത്താത്ത ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണിത്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു ഷെഫിക്ക്. ഇനി ആളുകളൊന്ന് വന്നാ മതി, വന്ന് ഇതൊക്കെ ഒന്ന് കാണട്ടെ.
നമ്മ ഇത്രയും സംസാരിച്ചല്ലേ, ഒന്ന് ജ്യൂസ് കുടിച്ച് റിലാക്സ് ആയാലോ. ഇവിടെ നിങ്ങളുടെ സ്റ്റാഫ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണോ? സ്റ്റാഫ് മാത്രല്ല, നമ്മളിവിടെ PK വരുന്ന എല്ലാവർക്കും വിസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഫുഡ് കൊടുക്കും, ഫുഡ്, റിഫ്രഷ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജ്യൂസുകളൊക്കെ അവിടെ ചോദിക്കണം. നമ്മളൊരു ആതിഥേയത്വം കാണിക്കുന്നതാണ് ഈ ഒരു ഏരിയ. കണ്ടില്ലേ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. പൊതുവെ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സ് മാത്രല്ല, കമ്പനിക്കാരോ സ്റ്റാഫോ എല്ലാവർക്കും ആ സമയത്ത് ആരൊക്കെ ഇവിടെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും വിശദമായ ഭക്ഷണം. ചേച്ചിമാർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചത്തേക്ക് വേണ്ടിട്ട്. ചേച്ചി നമ്മളെന്തായാലും ഉച്ചക്ക് നേരത്തെ പോലെ നമുക്ക് കഴിക്കാറുണ്ട്. ഇത് ക്യാൻറ്റീൻ ആണല്ലേ? ക്യാൻറ്റീൻ. ആ രീതിയിൽ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സ്, കമ്പനിക്കാർ ആരൊക്കെ ഉച്ചക്ക് ഇവിടെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും സ്വാദിഷ്ടമായ, ചേച്ചിമാരുടെ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാവും എല്ലാ ദിവസവും. നോൺ വെജാ? അത് വെജാണ് കൂടുതൽ ആണല്ലേ ഓപ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു ജ്യൂസ് കുടിക്കാം. സന്തോഷം കേട്ടോ. ഞാനേ വിളിക്കാം, നമുക്ക് എറണാകുളത്തും വരാം കേട്ടോ, നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മുടെ ആളുകളോട് ഞാൻ പറയണത് വെച്ചാലേ അവരൊന്ന് വരട്ടെ, വന്ന് കാണട്ടെ അവര്.